വെന്തുരുകുകയാണ് സംസ്ഥാനം. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്നും യെല്ലോ അലർട്ടാണ്. അൾട്രാ വയലറ്റ് സൂചികയും ഉയർന്നു തന്നെ നിൽക്കുകയാണ്. വിവിധയിടങ്ങളിൽ സൂര്യാതപമേറ്റ് നിരവധി പേർക്ക് പൊള്ളലേറ്റു. അതേസമയം വരും ദിവസങ്ങളിൽ വേനൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഹരിമോഹനും VS രഞ്ജിത്തുമുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം ഹരിയിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ് ഹരി. ഈ ആശ്വാസ മഴ എത്തും എന്നുള്ളതാണ്, അതിപ്പോൾ നാളെ എത്തും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അല്ലേ? ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും അതൊരു ആശ്വാസകരമായ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പിന്റേതായി പുറത്തു വരുന്നത്. അതായത് ഈ മുന്നറിയിപ്പ് പ്രകാരം ബുധനാഴ്ച പത്തനംതിട്ട, അതായത് നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഇത്തരത്തിൽ ഈ വേനൽ മഴ അല്ലെങ്കിൽ മഴ എത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പ് വരുന്നത്. ഒപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ, അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ തന്നെ മറ്റ് ജില്ലകളിൽ കൂടി മുന്നറിയിപ്പുണ്ട്. അതായത് വ്യാഴാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുണ്ട്. വെള്ളിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ ഈ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ട് ഇവിടങ്ങളിലൊക്കെ തന്നെ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. നിലവിലത്തെ ചൂടിന് ഇങ്ങനെ കുറവ് വരും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് കാലാവസ്ഥാ വകുപ്പിന്റേതായി പുറത്തു വരുന്നത്. അതായത് കനത്ത ചൂടാണ് ഇന്നിപ്പോൾ അത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇടുക്കി, വയനാട് ജില്ലകൾ. അതായത് പതിവ് പോലെ ഇടുക്കി, വയനാട് ജില്ലകളെ ഒഴിവാക്കി മറ്റു 12 ജില്ലകൾക്കും ചൂടിന്റെ കാര്യത്തിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതിൽ പാലക്കാട് ജില്ലയാണ് പതിവ് പോലെ തന്നെ, അതായത് ഇന്നലെ 39.9 ഡിഗ്രി സെൽഷ്യസ് ആണ് പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. ഈ സീസണിൽ 4 തവണ 40-ന് മുകളിൽ ചൂട് രേഖപ്പെടുത്തിയ ഒരു ജില്ല കൂടിയാണ് പാലക്കാട്. തൊട്ടു പിന്നാലെ തന്നെ കൊല്ലവുമുണ്ട്. അതായത് പാലക്കാട് 40 കടക്കുമെന്നുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പിന്റേതായി വരുമ്പോൾ തൊട്ടു പിന്നാലെ 39 ഡിഗ്രി സെൽഷ്യസ് മുന്നറിയിപ്പുമായി കൊല്ലം ജില്ല കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതായത് കൊടും ചൂടിന്റെ മുന്നറിയിപ്പുകൾ അതേപടി തന്നെ തുടരുകയാണ്. വേനൽ മഴ എത്തുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് വരുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. വേനൽ മഴ എത്തുമ്പോൾ മാത്രമായിരിക്കും ആശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും കൊടുംചൂടിൽ വെന്തുരുകയാണ് കേരളം എന്നുള്ള കാര്യത്തിൽ ഈ നിമിഷം വരെയും മാറ്റമില്ല. റീജിത്ത്. ശരി, ഹരിമോഹൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. VS രഞ്ജിത്ത് കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ കനത്ത ചൂടാണ്. സൂര്യാതപമേറ്റ് ആളുകൾ കുഴഞ്ഞു വീഴുന്നതുമൊക്കെ പൊള്ളലേൽക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് മലബാർ മേഖലയുടെ സാഹചര്യം പൊതുവായി പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്? ജില്ലകൾക്കുള്ള മുന്നറിയിപ്പ് ഏതു തരത്തിലാണ് VS രഞ്ജിത്ത്? റിജിത്ത്, വടക്കൻ കേരളത്തിൽ വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. അതിൽ ഏറ്റവും കൂടുതൽ ചൂട് സംസ്ഥാനത്ത് തന്നെ രേഖപ്പെടുത്തുന്ന പാലക്കാട് മുതൽ അതുപോലെ തന്നെ താരതമ്യേന ചൂട് രേഖപ്പെടുത്തുന്ന കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളൊക്കെ തന്നെയുണ്ട്. ഈ ജില്ലകളിലൊക്കെ തന്നെ സൂര്യാതപമേറ്റുള്ള ആളുകളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്തും കോഴിക്കോട്ടും കാസർഗോഡും കണ്ണൂരുമൊക്കെ ഇന്നലെയും സൂര്യാതപമേറ്റ് പരിക്കേൽക്കുന്നവരുടെയും കുഴഞ്ഞു വീണ് മരിക്കുന്നവരുടെയും ഒക്കെ പേരുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടങ്ങൾ എല്ലാ ജില്ലകളിലും നൽകിയിട്ടുള്ളത്. അത് ജോലിയുടെ സമയക്രമീകരണം മുതൽ ആളുകൾ അനാവശ്യമായി പുറത്തിറങ്ങുന്നത് കുറയ്ക്കണം, ഒരു സെൽഫ് ലോക്ക്ഡൌണിലേക്ക് പോകണം എന്നതുൾപ്പെടെയുള്ള മുന്നറിയിപ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുണ്ട്. ഈ വേനൽക്കാലത്തോട് അനുബന്ധിച്ചുള്ള ഈ പാമ്പുകൾ, പുറത്തിറങ്ങുന്ന പാമ്പുകൾ, ഈ പറയുന്ന പച്ചില കാടുകളൊക്കെ വിട്ട് പുറത്തേക്ക് ഇറങ്ങി അത് ജനവാസ മേഖലകളിലൊക്കെ ആളുകൾക്ക് കടിക്കുന്ന തരത്തിലേക്ക് പോവുകയും ഇപ്പോൾ തന്നെ കോഴിക്കോട്, കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ 2 പേർ, കാസർഗോഡ് സ്വദേശിയായ ഒരു കുട്ടിയും ഒരു കണ്ണൂർ സ്വദേശിയായ വയോധികയും ഉൾപ്പെടെ 2 പേരാണ് വെന്റിലേറ്ററിൽ കഴിയുന്നത്. അത്തരത്തിലുള്ള സംഭവങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം, ഈ മലബാർ മേഖലയിലെ വൈദ്യുതി തടസ്സവുമായി ബന്ധപ്പെട്ടാണ്. ഈ കനത്ത ചൂടും അതുണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധിയും ഒക്കെ നമുക്ക് മുമ്പിലുണ്ട്. ഈ മലബാർ മേഖലയിലും ഈ വൈദ്യുതി പ്രതിസന്ധി അത് എത്രത്തോളമാണ് അതുണ്ടാക്കുന്നത്? ഈ ഇടയ്ക്കിടെ കറണ്ട് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. നാട്ടുകാർ വലിയ പ്രതിസന്ധിയിലാണ്. അതെങ്ങനെയാണ്, ആ സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത് VS രഞ്ജിത്ത്? റിജിത്ത്, തീർച്ചയായിട്ടും അതും വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ഈ വൈദ്യുതി തകരാറുകൾ സംഭവിക്കുന്നു, വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്നു. അത് ലോഡ് ഷെഡിംഗ് അല്ല, താൽക്കാലിക നിയന്ത്രണമാണെന്ന് പറയുമ്പോൾ പോലും ഏകദേശം മണിക്കൂറുകളോളം ഇത്തരത്തിൽ പ്രതിസന്ധി രൂക്ഷമായി പലയിടങ്ങളിലും അത് പ്രതിഷേധങ്ങളിലേക്ക്, KSEB ഓഫീസിലേക്ക് പ്രതിഷേധമായി എത്തുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ പാർട്ടികളൊക്കെ പരസ്യമായി തന്നെ KSEBക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നു. അങ്ങനെ ഒരു അപ്രഖ്യാപിതമായ ലോഡ് ഷെഡിങ്ങിന്റെ സ്വഭാവത്തിലേക്കാണ് പലയിടങ്ങളിലും ഈ വൈദ്യുത നിയന്ത്രണം പോകുന്നത്. അതും ഈ വേനൽക്കാലത്ത്, ചൂടുകാലത്ത് രാത്രിയിൽ വലിയ തോതിലുള്ള പ്രശ്നം പൊതുജനങ്ങൾക്ക് അത് സൃഷ്ടിക്കുന്നുണ്ട്. ശരി, VS രഞ്ജിത്ത് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി മധ്യകേരളത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കനത്ത ചൂടിനിടെ മധ്യകേരളത്തിൽ വേനൽ മഴ കിട്ടി എന്നത് ആശ്വാസമായി. എറണാകുളത്ത് പലയിടത്തും മഴ ലഭിച്ചു.